ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് ബസുമതിയുടെ അരിയാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഒരു 3-4 പ്രാവശ്യം ഞാനിങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകിയെടുത്തിട്ട് ഇന്ന് ഇതൊന്ന് പയ്യൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം. കുറച്ച് നേരം കുതിർന്നൊക്കെ ഇരിക്കണതല്ല എന്നാണല്ലോ പല വീഡിയോയിലൊക്കെ കണ്ടേക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബിരിയാണിക്ക് ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഞാൻ അടുപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് നേരം അതങ്ങനെ കുതിർന്നിരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ കുറച്ച് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ഇത്തിരി ആയിട്ട് ഇടുള്ളൂ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടി അത്രയും നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം. അതൊന്ന് പയ്യെ പിടിച്ച് വരുമ്പോഴത്തേക്കും അടുപ്പത്ത് വെച്ചുണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ വിറകിൻ്റെ അടുപ്പിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. പിന്നെ വിറകിൻ്റെ അടുപ്പായതുകൊണ്ട് നമുക്ക് തീ ഇങ്ങനെ സിമ്മിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്തില്ലെങ്കിൽ കത്തിക്കരിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ കിസ്മിസും കാഷ്നട്ടും സവാളയൊക്കെ കുറച്ച് വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് പയ്യെ ഇതാവട്ടെ. അന്നേരത്തേക്ക് നമുക്ക് അരി ഞാൻ കുതിർത്താൻ വെച്ചേക്കണ അരി നമുക്ക് ഇതിലാക്കിയിട്ട് കലത്തിലാക്കിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെ പറ്റിച്ചെടുക്കുന്ന പരിപാടിയില്ല. വെള്ളം അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരളവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. മറ്റേതാകുമ്പോൾ നമുക്ക് വാർത്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചിലത് വില കൂടിയ അരിയാണെങ്കിൽ പോലും ചിലത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ പിന്നെ ആകെ കുഴഞ്ഞു പോകും. പിന്നെ ആ ബിരിയാണി ആകെ ഫ്ലോപ്പാകും. അപ്പോൾ അതിലും ഭേദം നമ്മളിങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും റിസ്ക്കില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഈ വെള്ളം അധികം ഒഴിച്ചപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും വേണ്ട. അത് ഊറ്റിക്കളയാനുള്ളതാണല്ലോ. അപ്പോൾ അരിയുടെ മുകളിൽ കുറച്ചധികം വെള്ളം നിന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അരി നല്ല അരിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ അരി ഞാനിത് ഗ്യാസിലാണ് വെച്ചേക്കുന്നത്. കാരണം അത് 10 മിനിറ്റത്തെ വേവല്ലേ ഉള്ളൂ. ഇത്തിരി തിളയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ അരി വേവും. അപ്പോൾ അത് തന്നെ അത് ഗ്യാസിലിരുന്ന് വേട്ടെ. മറ്റേത് അപ്പോഴത്തേക്കും ചിക്കൻ അവിടെ അടുപ്പത്തിരിക്കുകയാണല്ലോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ദമ്മായിട്ടിടാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അതിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനെപ്പോഴും അങ്ങനെ ദമ്മായിട്ടിട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. പിന്നെ അന്നേരം കഴിക്കുമ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ബിരിയാണി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണല്ലോ, അന്നേരം ഉണ്ടാക്കുമ്പോൾ തന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പക്ഷേ സാധനം ഉണ്ടാവില്ല ടേസ്റ്റ് നോക്കാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ടേസ്റ്റ് ഇപ്പം എങ്ങനെ ഇല്ലെങ്കിലും ബിരിയാണിയല്ലേ അന്ന് തന്നെ അങ്ങനെയാണ് സാധാരണ. അപ്പോൾ അതേ കാഷ്നട്ടും കിസ്മിസൊക്കെ വറുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പം ഇങ്ങനെ പറക്കി തിന്നിട്ട് ബിരിയാണിയിൽ ഇടാനായിട്ട് ആ സാധനം ഉണ്ടാവുമെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് അതിലേക്കാണ് കൈ പോകുന്നത്. അരിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും വേവും. അപ്പോഴത്തേക്കും ഞാൻ ഇത്തിരി സവാള അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഗ്രേവിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത്തിരി സവാള വറുത്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി ഈ സവാള വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി ഇടാറില്ല. ഞാൻ ഈ പച്ചമുളക് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. മുളക് പൊടിയുടെ ആ ഒരു കളറ് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഇടാറില്ല. ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. അങ്ങനെയാണ് ഇഷ്ടം. ഇവിടെ പിന്നെ പിള്ളേർക്ക് അത്ര എരിവ് വേണ്ടാത്ത കാരണം കൊണ്ട് ഞാനത് ഇടാറില്ല. അങ്ങനെ ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഇടുമ്പോൾ മുളക് പൊടി ഇടാറില്ല. അങ്ങനത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള കുറച്ചിങ്ങനെ ഒരു 4 സവാളയുണ്ട്. 4 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉരുളി വെച്ചിട്ട് ഉരുളിയിലേക്ക് ഇട്ടിട്ട് സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ ചിക്കൻ്റെ ലിവർ വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട്. ബിരിയാണി തിന്നാനായിട്ട് വയറുണ്ടാവുമോയെന്നറിയില്ല. അപ്പോൾ സവാള ഞാൻ ഇങ്ങനെ പയ്യൊന്ന് വഴറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്നും പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടാൻ പോണത് തക്കാളിയാണ്. ഞാനൊരു 3 തക്കാളി, വലിയ 3 തക്കാളിയാണ് എടുത്തത്.
3 തക്കാളി ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കും. അതിൻ്റെ കൂടെ ഇത്തിരി കുറച്ച് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അതിനകത്ത് ഇടുകയുള്ളൂ മസാലയായിട്ട്. എന്നിട്ട് മസാലയായിട്ട് അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആ തക്കാളി ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് വരണോടം വരെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 1 കപ്പ് തൈരും പുളിയില്ലാത്തതാണെങ്കിൽ വലിയ കപ്പ് തൈര് ഒഴിക്കുക. വലിയ കപ്പ് തൈരും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നങ്ങ് ഇളക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഗ്രേവിക്ക് തിക്കാകാൻ വേണ്ടി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആ വറുത്ത് വെച്ചേക്കണത് നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ദമ്മ് പോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കും. ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി സംഭവം സൂപ്പറാക്കിയിട്ട് എന്നിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഇങ്ങനെയാണ് തട്ടിക്കൂട്ട് ബിരിയാണി ഇങ്ങനെയുണ്ട് കാണാൻ കുഴപ്പമില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു. അവൻ പിന്നെ കഴിക്കില്ല, അവനതൊന്നും എരിവുള്ളതൊന്നും ഇഷ്ടമല്ല, ഭയങ്കര എരിവാണ്. ഇത്തിരി എന്തെങ്കിലും കുടിച്ചാൽ ഒരു വെള്ളം കുടിക്കും അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.